ആരാധനയുടെയും നൃത്തത്തിൻ്റെയും ഒരു ഉത്സവമാണ് നവരാത്രി. രക്തവസ്ത്രധാരിണി മഹാട്ടഹാസരൂപിണി ശ്മശാന നൃത്തലാലസെ കപാലമാലധാരിണി. 9 രാത്രിയും 10 പകലും നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ ശക്തിയുടെ 9 രൂപങ്ങളെ ആരാധിക്കുന്നു. നവരാത്രി ദിവസങ്ങളിലെ ആദ്യത്തെ 3 ദിവസം ദേവിയെ പാർവതിയായും, അടുത്ത 3 ദിവസം ലക്ഷ്മിയായും, അവസാനത്തെ 3 ദിവസം സരസ്വതിയായും സങ്കല്പിച്ച് പൂജ നടത്തുന്നു. ധർമ്മസംരക്ഷണത്തിൻ്റെയും വിജയത്തിൻ്റെയും സന്ദേശമാണ് നവരാത്രികളുടെ കഥകൾ നമുക്ക് നൽകുന്നത്. നവരാത്രി ആഘോഷത്തിന് കാരണമായി പറയുന്ന ദേവിയുടെ യുദ്ധവിജയങ്ങളുടെ കഥകൾ ദേവീ ഭാഗവതത്തിലും മാർക്കണ്ഡേയ പുരാണത്തിലും പറയുന്നുണ്ട്. കേരളത്തിൽ അഷ്ടമി, നവമി, ദശമി എന്നീ ദിവസങ്ങൾക്കാണ് നവരാത്രി ആഘോഷത്തിൽ പ്രാധാന്യം. ഈ ദിവസങ്ങളെ ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി എന്നീ പേരുകളിലാണ് കേരളത്തിൽ അറിയപ്പെടുന്നത്. അഷ്ടമിക്ക് ദുർഗയെയും, നവമിക്ക് മഹാലക്ഷ്മിയെയും, ദശമിക്ക് മഹാസരസ്വതിയെയും വിശേഷാൽ പൂജിക്കുന്നു. രാവണനെ കൊല്ലുന്നതിന് ശക്തി സംഭരിക്കാനായി ശ്രീരാമൻ 9 നവരാത്രി ദിനങ്ങളും ദേവിയെ പൂജിച്ചിരുന്നു. ദേവിയുടെ 9 ഭാവങ്ങളെയും പൂജിച്ച രാമൻ 10ാമത്തെ ദിവസം സ്വരശക്തിമാനായെന്നും രാവണനെ ജയിക്കാനുള്ള ശക്തി നേടിയെന്നുമാണ് വിശ്വാസം. രാമകഥകളുടെ ഓർമ്മയ്ക്കാണ് ഈ ദിനത്തിൽ രാവണ പ്രതിമ അഗ്നിക്കിരയാക്കുന്ന ചടങ്ങ് വടക്കേ ഇന്ത്യയിൽ ആചരിക്കുന്നത്. മഹാനവമി നാളിൽ ആയുധങ്ങൾ ദേവിക്ക് മുന്നിൽ പൂജയ്ക്ക് വയ്ക്കുന്നത് കർമ്മമാർഗത്തിൽ ദേവീപ്രീത നേടുന്നതിനു വേണ്ടിയാണ്. ആ ദിനത്തിൽ പ്രവൃത്തികൾ ഒന്നും ചെയ്യാതെ എല്ലാ ഉപകരണങ്ങളും ദേവിക്ക് മുന്നിൽ പൂജയ്ക്ക് വയ്ക്കുന്നു. എല്ലാ വിശ്വാസികൾക്കും മന്ത്രയുടെ നവരാത്രി ആശംസകൾ. ഏവർക്കും ഭഗവത് കടാക്ഷവും നന്മകളും ഉണ്ടാകട്ടെ.